welcome back to my channel. So ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ഫാഷൻ ഹോൾ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി ഞാൻ ലിപ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് പറയാം. ലിപ് ലൈനർ വരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് ലൈനർ ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ ഷെയ്ഡ് വരുന്നത്. നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ചോക്ലേറ്റ് കളറാട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് 12 ആട്ടോ ഷെയ്ഡ് വരുന്നത്. ആൻഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ മമർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. സ്റ്റേ മാറ്റ് സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ഷെയ്ഡ് 01 മോക്ക ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. ഇത് മാത്രം ഇട്ടാൽ ഇതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാവും. ഞാൻ ഡാർക്ക് ചോക്ലേറ്റും കൂടി ഈ ഒരു ലിപ് ലൈനറും കൂടി യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡാക്കി. ആൻഡ് ഇന്നത്തെ ഹോളിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. കോട്ടൺ ഡ്രസ്സാണ്. ഇത് ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. പ്രിൻ്റ് ആണെങ്കിലും അടിപൊളിയാണ്. ഫ്ലോറൽ പ്രിൻ്റാണ്. മാൻഡറിൻ കോളറാണ്. ആൻഡ് സ്ലീവ്സ് ആണെങ്കിൽ ഒരു എൽബോ ലെങ്ത് ആട്ടോ വരുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ചെറിയ പഫ് ഉണ്ട് കേട്ടോ. പഫി സ്ലീവ്സ് ആണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 വള്ളി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇത് പുള്ള് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ പ്ലീറ്റ്സ്. പ്ലീറ്റ്സിൻ്റെ താഴത്തെ ആ ഒരു ലെയർ മേളിലേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത്. ആൻഡ് ഇവിടെയും പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. സൂപ്പർ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഞാൻ കണ്ടായിരുന്നേ, ഒരു മെറൂൺ ഷെയ്ഡ്. ഇത് ബ്ലാക്ക് ആണ്. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്ത് 839 റുപ്പീസിനാണ്. സൂപ്പർ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. മാക്സി ഡ്രസ്സ് ആട്ടോ. ആൻഡ് കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. പിന്നെ ഞാനിത് എൻ്റെ നോർമൽ സൈസ് വരുന്നത് മീഡിയം ആണ്. ഞാനിത് ഒരു സൈസ് അപ്പ് ആട്ടോ പർച്ചേസ് ചെയ്ത്. ലാർജ് ആണ് പർച്ചേസ് ചെയ്ത്. കാരണം ഈ നല്ല കോട്ടൺ മെറ്റീരിയൽ മേടിക്കുമ്പം മീഡിയം സൈസ് മേടിച്ച് അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഷ്രിങ്ക് ആവും. അതാണ് ഞാനിത് ലാർജ് പർച്ചേസ് ചെയ്ത്. ഞാനത് വാഷ് ചെയ്തോ നല്ലൊരു ഫിറ്റിംഗ് ആട്ടോ. ലാർജ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ലൂസ് ഫിറ്റ് ആണ്. പക്ഷെ അതാണ് കേട്ടോ എനിക്ക് നല്ല കംഫർട്ടബിൾ. നെക്സ്റ്റ് വരുന്ന ഒരു കോട്ടൺ കുർത്ത സെറ്റാണ്. ഇത് റൈട്രാസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആട്ടോ. ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ഞാൻ മുന്നേ കുർത്ത സെറ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കുർത്ത സെറ്റുകൾ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു അത് വെയർ ചെയ്യാൻ. അപ്പോൾ ഏകദേശം ഈ സെയിം മോഡലാട്ടോ വരുന്നത്. ഞാൻ മുന്നേ കാണിച്ച കുർത്ത സെറ്റുകൾ എൻ്റെ മുന്നത്തെ ആമസോൺ ഹോൾ വീഡിയോസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. പിന്നെ ഇതിനാണെങ്കിൽ എക്സ്ട്രാ സ്ലീവ്സ് ഒന്നും വരുന്നില്ല കേട്ടോ. വീനെക്കാണ്. പിന്നെ നെക്കിലാണെങ്കിൽ ലേസ് വരുന്നുണ്ട്. ബാക്കിലൂടെ ഉണ്ട് കേട്ടോ. ആൻഡ് സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇങ്ങനെ കട്ട് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് ആട്ടോ ഇത്. ആൻഡ് കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. സൂപ്പർ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതാണ് പാൻസ്. പിന്നെ പാൻസ് ആണെങ്കിൽ വേറെ പ്രിൻറ്റിലാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. പോക്കറ്റ്സ് ഒന്നും ഇല്ല. ഇത്ര ലെങ്ത് ഉണ്ട്. ആൻഡ് പാൻറ്റിൻ്റെ അറ്റത്ത് ലേസ് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഞാൻ റൈട്രാസിൻ്റെ മുന്നേ ഈ കുർത്ത സെറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു സൈസ് അപ്പ് ആട്ടോ പർച്ചേസ് ചെയ്തത്. കാരണം കോട്ടൺ ആയതുകൊണ്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഷ്രിങ്ക് ആവും. അപ്പോൾ ഞാൻ ഒരു സൈസ് അപ്പ് ആട്ടോ പർച്ചേസ് ചെയ്ത്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കറക്റ്റ് ഫിറ്റ് ആയിട്ട് വരും. ഒരു സൈസ് അപ്പ് മേടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 869 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടീഷർട്ടാണ്. മാക്സിൻ്റെ ടീഷർട്ടാട്ടോ. എനിക്ക് മാക്സിൻ്റെ ടീഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ മുന്നേ എൻ്റെ ഹോൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടീഷർട്ട് വരുന്നത്. ഈ ഒരു മെറ്റീരിയലാണെങ്കിൽ കുറച്ച് തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ക്രോഷേ മോഡൽ പോക്കറ്റ് ഉണ്ട്. റൗണ്ട് നെക്കാണ്. പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ എക്സ്ട്രാ അറ്റാച്ച് ചെയ്തതല്ല കേട്ടോ. ഇവിടെ ഈ ഒരു പാർട്ടിൻ്റെ കൂടെ വരുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഒരു മോഡലാണ്. ഷോർട്ട് സ്ലീവ്സ് ആണ്. ഇത്ര ലെങ്ത്ത് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീഷർട്ടാണ്. നമുക്ക് ബ്ലാക്ക് ബോട്ടംസിൻ്റെ കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ പോളി കേട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത്
269 റുപ്പീസിനാണ്. ഇതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ച് ഞാൻ വേറെ ലിങ്കിൽ കണ്ടായിരുന്നു, അത് ഞാൻ താഴെ കൊടുക്കാം. ആൻഡ് ഇതും ഞാൻ ടീഷർട്ട്സ് അധികവും നോർമൽ സൈസിൽ വരുന്ന ടീഷർട്ടൊക്കെ 2 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്യാറ്. ഓവർ സൈസിൻ്റെ ടീഷർട്ട്സൊക്കെ ആണെങ്കിൽ എൻ്റെ സെയിം സൈസ് തന്നെയാട്ടോ പർച്ചേസ് ചെയ്യാറ്. നോർമൽ ടീഷർട്ട്സൊക്കെ ആണെങ്കിൽ ഞാൻ 1 or 2 സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ XL ആണ് പർച്ചേസ് ചെയ്തത്. ഞാനാണെങ്കിൽ അധികവും ഇത്ര ലെങ്ത് ഉള്ള ടീഷർട്ട്സൊക്കെ ഇൻസൈഡ് ആക്കിയിട്ടാണ് സ്റ്റൈൽ ചെയ്യാറ്. മോസ്റ്റ്ലി അങ്ങനെയാട്ടോ ചെയ്യാറ്, ഇടയ്ക്ക് മാത്രമേ ഔട്ട്സൈഡ് ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആട്ടോ ഇത് വെയർ ചെയ്യാൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീഷർട്ടാണ്. നെക്സ്റ്റ് വരുന്നത് മാക്സിൻ്റെ ഈ ഒരു ടോപ്പാണ്. വീനെക്കാണ്, പിന്നെ ഇവിടെ ബട്ടൺസ് ഉണ്ട് കേട്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. സ്ലീവ്ലെസ് ആട്ടോ ഇത്. ആൻഡ് ഇതിനാണെങ്കിൽ ലൈനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ വിസ്കസ് ലിനൻ ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്ത് ഒരു സൈസ് അപ്പാട്ടോ. ഞാൻ ഒരു ലൂസ് ഫിറ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മീഡിയം തന്നെ മേടിച്ചാൽ മതിയായിരുന്നു. ലൂസ് ഫിറ്റിനേക്കാളും ഒരു ഫിറ്റഡ് ആയിട്ട് ഇരിക്കുന്ന എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഓൾട്ടർ ചെയ്തിട്ടായിരിക്കും സ്റ്റൈൽ ചെയ്യുന്നത്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 449 റുപ്പീസിനാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ടോപ്പാണ്. ഇതൊരു ഷെഫ്ലി ടൈപ്പ് ആട്ടോ. ആൻഡ് സ്ലീവ്സ് ആണെങ്കിൽ സ്ലീവ്ലെസ് ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട്. ഇത്രയുണ്ട് കേട്ടോ ആം ഹോള്. ഞാൻ ഒരു സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്തത്, ലാർജ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് കറക്റ്റാണ്. റൗണ്ട് നെക്കാണ്. പിന്നെ ബാക്കിലാണെങ്കിൽ ഇവിടെ ബട്ടൺസ് ഉണ്ട് കേട്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ഇത്രയാണ് ലെങ്ത്ത് വരുന്നത്. പിന്നെ ഈ ഒരു ടോപ്പിനാണെങ്കിൽ ലൈനിങ് ഇല്ല കേട്ടോ. പിന്നെ ഇതൊരു ഹക്കോബ ഷെഫ്ലിയ ഒരു ടൈപ്പ് അല്ലേ. അപ്പോൾ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഉള്ളിലേക്ക് സീ ത്രൂ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇന്നവേഴ്സ് യൂസ് ചെയ്താൽ മതി. ആൻഡ് ഞാൻ അത് ഒരു സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്തത്, ലാർജ് സൈസ്. പിന്നെ ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആട്ടോ. ആൻഡ് ഇത് വെറാമോഡ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. കോട്ടൺ മെറ്റീരിയലാണ്. ഞാനത് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 690 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ടീഷർട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീഷർട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഷോൾഡേഴ്സിൻ്റെ ഇവിടെ ലേസ് വരുന്നുണ്ട്, 2 സൈഡിലുണ്ട് കേട്ടോ. അതിങ്ങനെ സീ ത്രൂ ആണ്, ഉള്ളിൽ വേറെ ലൈനിങ് ഒന്നുമില്ല. ആൻഡ് റൗണ്ട് നെക്കാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ എക്സ്ട്രാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതല്ല, ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നതാണ്. സ്ലീവിൻ്റെ അറ്റമാണെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള മോഡലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീഷർട്ട് ആട്ടോ. ഇത് മാക്സിൻ്റെ ആണ്. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് നോർമൽ ടീഷർട്ട് അല്ല, അപ്പോൾ 2 സൈസ് അപ്പാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. എന്നിട്ട് ഇൻസൈഡ് ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ മേടിച്ചത് XL സൈസാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 269 റുപ്പീസിനാണ്. ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.